യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം 10 VCDകളിൽ കൂടെ നമ്മൾ പഠനമാക്കുകയാണ്. അതിൻ്റെ ഒന്നാം ഭാഗമായി 1-ാം വോളിയം VCD വെളിപ്പാട് പുസ്തക പ്രവേശിയ എന്ന ടൈറ്റിലോടുകൂടെ 22 അധ്യായങ്ങളുടെ പൊതുവിവരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ 2-ാം ഭാഗമായി അൽഫയും ഒമേഗയുമായ ക്രിസ്തു എന്ന ടൈറ്റിലോടുകൂടെ ശ്രേഷ്ഠ മഹാപുരോഹിതനും ഏകമധ്യസ്ഥനും ഏകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകും. വെളിപ്പാട് പുസ്തക പഠനം 2-ാം ഭാഗമായ അൽഫയും ഒമേഗയുമായ ക്രിസ്തു എന്ന വിഷയം നമ്മളിവിടെ ആരംഭിക്കുക. അതിന് പഠനത്തിന് സഹായമായി വിശുദ്ധ വേദപുസ്തകം തന്നെ നമുക്ക് എടുക്കാം. 1-ാം അധ്യായം 8-ാം വാക്യം ആദ്യം വായിച്ചു തുടങ്ങാം. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും 22-ന്റെ 13-ാം വാക്യം കൂടെ വായിക്കാം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഇവിടെ ആരംഭത്തിൽ തന്നെ 3 പ്രാവശ്യം ഒരേ അർത്ഥം വരുന്ന വാക്യങ്ങൾ വായിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ആവർത്തനം ധാരാളമായി കാണുന്നുണ്ട്. അത് വളരെ വ്യക്തമാക്കുവാനും ഉറപ്പിക്കുവാനും വേണ്ടി ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ യേശു തന്നെ ചെയ്യുന്നതാണ്. യേശുവിൻ്റെ അരുളപ്പാടുകൾ അതേപോലെ എടുത്തു പറയുകയാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ 2 അക്ഷരങ്ങളാണ് അൽഫയും ഒമേഗയും. ക്രിസ്തു യേശുവിൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട 2 വാക്കുകൾ, 2 അക്ഷരങ്ങൾ. ദൈവത്തിൻ്റെ സർവശക്തിയെ പ്രകീർത്തിക്കാനുള്ള മനുഷ്യൻ്റെ ആകത്തുകയുടെ വാക്കുകളാണ് അൽഫയും ഒമേഗയും. ക്രിസ്തുവിനെക്കുറിച്ച് പര്യായമായി ആശ്വാസദായകനെന്നോ രാജാതിരാജാവും കർത്താതി കർത്താവുമെന്നോ സൗഖ്യദായകനെന്നോ നല്ല ഇടയനെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ എല്ലാറ്റിലും വളരെ അർത്ഥവത്തായ നിത്യതയുമായി ബന്ധപ്പെട്ട 2 വാക്കുകളാണ് അൽഫയും ഒമേഗയും. ബൈബിളിൻ്റെ സമാപ്ത പ്രവചന ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 3 സ്ഥലത്ത് ഇത് കാണുവാൻ കഴിയുന്നു. അതിവിടെ വായിച്ചു കേട്ടു. അത് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിലും ന്യൂ കിങ് ജെയിംസിലും, അല്ലെങ്കിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളതായ ഇംഗ്ലീഷ് ബൈബിളിലെല്ലാം അൽഫയും ഒമേഗയും എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ധാരാളം ഇംഗ്ലീഷ് വേർഷൻസ് ബൈബിളുകളിൽ അൽഫയും ഒമേഗയും എന്ന ആ അക്ഷരം, ആ വാക്ക് കാണുവാൻ കഴിയുന്നില്ല. അതിനു പകരം ലിവിങ് ബൈബിൾ ഇൻ്റർനാഷണൽ എഡിഷനിൽ I am the A and Z, the beginning and the ending of all things, the first and the last എന്നാണ് കാണുന്നത്. അവിടെ അൽഫയും ഒമേഗയും എന്ന വാക്കിന് പകരം A and Z എന്നും ചിലതിൽ A to Z എന്നുമാണ് കാണുവാൻ കഴിയുന്നത്. മൂലഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ആധുനിക പരിഭാഷയിൽ അൽഫയും ഒമേഗയും എന്നുള്ളതായ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് സർവശക്തിയിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് 3 സാഹിത്യ ഭാഷകൾ നിലനിന്നിരുന്നു. ഒന്ന് ഹീബ്രു, അത് അരാബിക് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഗ്രീക്ക്, പിന്നെ ലാറ്റിൻ. യഹൂദന്മാരുടെ മതഭാഷയായി നിലനിന്നതാണ് എബ്രായ ഭാഷ. എന്നാൽ റോമൻ ഭരണകാലം ഗ്രീക്ക് അന്തർദേശീയ ഭാഷയായിരുന്നു. അതുകൊണ്ട് യഹൂദന്മാർ ഗ്രീക്ക് ഭാഷ നിർബന്ധമായും സംസാരിക്കണമായിരുന്നു. അവരുടെ പരസ്യ സൈൻ ബോർഡുകളിൽ ആ ഭാഷ ഉപയോഗിക്കണമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഭാഷയ്ക്ക് വളരെ പ്രശസ്തിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ തന്നെ എഴുതപ്പെട്ടത്. എന്നാൽ എബ്രായ ഭാഷയിലാകുന്നുവെങ്കിൽ അൽഫയും ഒമേഗയും എന്നുള്ളതിന് ആലേഫും തൗവും എന്നുള്ള 2 അക്ഷരമാണ് വരേണ്ടത്. അതിന് പകരം അൽഫയും ഒമേഗയും എന്ന വാക്കാണ് ഇവിടെ കാണപ്പെടുന്നത്.
ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന് വായിക്കാം. ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ സംസാര രീതിയും ആയിരുന്നു. അത് ഭാരത ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നതായ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ദ ഹോൾ എർത്ത് വാസ് വൺ ലാംഗ്വേജ് ആൻഡ് ഓഫ് വൺ സ്പീച്ച് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എബ്രായരുടെ ദൈവമായ യഹോവ എബ്രായരോട് എബ്രായ ഭാഷയിൽ സംസാരിച്ചുവെന്നും അത് സ്വർഗീയ ഭാഷയായിരുന്നുവെന്നുമാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്, അവർ അംഗീകരിക്കുന്നത്. അത് മുഹമ്മദീയ ലോകത്തോട് ചോദിച്ചാൽ അവർ അംഗീകരിക്കുകയില്ല. അറബികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല. ബൈബിളിൻ്റെ കിടപ്പ് അങ്ങനെയാണ്. ഹൂ ഈസ് ജീസസ്? യേശു ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചത് ആ വാക്യം. നമുക്ക് ഈ ചാർട്ടിലേക്കൊന്ന് തിരിയാം. ഇവിടെ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, നിത്യത മുതൽ നിത്യത വരെ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ചാർട്ടാണ് കാണുന്നത്. ആ ചാർട്ടിൻ്റെ മധ്യഭാഗം മാനവരാശിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ലൈനാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുവാൻ കഴിയും. അതിനെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ചുകൊണ്ട് കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്ന അതുല്യ നാമമാണ് ക്രിസ്തു യേശുവിൻ്റെ നാമം. എന്നാൽ ക്രിസ്തു ഭൂലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മഹത്വം ഇവിടെയല്ല ആരംഭിക്കുന്നത്. ഈ BC എന്ന് പറയുന്ന പൂർവ്വചരിത്രം, ആദാമ്യ ചരിത്രത്തിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് മലയാളത്തിൽ വായിക്കുന്നു. ഇംഗ്ലീഷ് വേർഷനിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത് എന്നും, ചില വേർഷനിൽ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നും വായിക്കുന്നു, സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചുവെന്നും. എന്നാൽ മൂലഭാഷയായ എബ്രായ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ബറൂഖഷയും ബർഷ്യത്ത് ബാറാ ഏലോഹിയും അത് ഖഷാമയും ബത് ഖയറസ് എന്നാണ് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം ത്രിയേക ദൈവമായ ഏലോഹിയും ആരംഭങ്ങളുടെ ആരംഭമായി സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെയും സൃഷ്ടിച്ച ശേഷം പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു വന്ന ആ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ സൃഷ്ടികർത്താവായിരുന്നവനാണ് അൽഫയായവൻ എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ആരംഭമായി അൽഫ എന്നവിടെ കാണുവാൻ കഴിയും. ആ ചാർട്ടിൻ്റെ അവസാന ഭാഗം ഒമേഗ എന്നൊരു ഭാഗം വരുന്നുണ്ട്. അതായത് ഈ മാനവരാശിയുടെ ചരിത്രത്തെ BC എന്ന് AD എന്ന് രണ്ടായി വിഭജിച്ചുകൊണ്ട് പുതിയ നിയമം ഇവിടെ ആരംഭിക്കുന്നു. ആ പുതിയ നിയമം ഏകദേശം 2000 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ കൃപായുഗത്തിനും അതിനുശേഷമുണ്ടാകുന്നതായ സഹസ്രാബ്ദ യുഗത്തിനും പുതുവാന ഭൂമി വെളിപ്പെടുന്നതായ പുതിയ യെരൂശലേം വെളിപ്പെടുന്നതായ ഭാവി യുഗത്തെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ യുഗത്തിൻ്റെ ഒടുവിൽ നിത്യനായിരിക്കുന്ന വ്യക്തിയാണ് ഒമേഗയായി ക്രിസ്തു. അപ്പോൾ യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ആരംഭങ്ങളുടെ ആരംഭമായി സൃഷ്ടികർത്താവായിരുന്ന അൽഫയും അപ്പോൾ തന്നെ ഭാവി നിത്യതയിൽ ഒമേഗയുമായിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് അവിടെ നാം കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ പത്മോസിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പുസ്തകത്തിൽ കൂടെ ഈ ചാർട്ടിൽ കൂടെ നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആയിരുന്നു എന്ന് സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ പത്മോസ് എവിടെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഭൂലോകത്തെ മൊത്തമായി കാണിക്കുന്നതായ ഒരു വേൾഡ് മാപ്പാണത്. അതിൻ്റെ ഭൂമിയുടെ മധ്യഭാഗമായി കരുതുന്നതാണ് മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ സമുദ്രം അഥവാ മധ്യധരണ്യാഴി ഉൾപ്പെടുന്ന ഈ സ്ഥലം. ഇത്രയും ഭാഗം വേർപെടുത്തിയാൽ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഈ കാണുന്നത്. മധ്യധരണ്യാഴി, അതിൻ്റെ മധ്യ വടക്ക് ഭാഗത്തായി ഇതാണ്ട് ഈ കാണുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂ.
ഇതാണ് ഈജിയൻ കടൽ. ഈജിയൻ കടൽ അതിനകത്ത് 100 കണക്കിന് ചെറിയ ചെറിയ ദ്വീപുകളാകുന്ന പാറക്കെട്ടുകളുണ്ട്. അതിൽ അപകടകാരിയായ ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ആ പത്മോസ് ദ്വീപിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇതാ നോക്കൂ, ചിറക് വിടർത്തി പറക്കുന്ന ഒരു ഷേപ്പായി കാണുന്ന വെള്ളയും പിങ്കും മഞ്ഞയും ഇടകലർന്നതായ ഒരു ദ്വീപ്. ഇതാണ് പത്മോസ് ദ്വീപ്. പത്മോസ് ദ്വീപ് എവിടെയാണെന്നും അത് കണ്ടാൽ എങ്ങനെയായിരിക്കുമെന്നും മനസ്സിലായല്ലോ. ഈ പത്മോസ് ദ്വീപിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് നാടുകടത്തപ്പെടുന്നതായ വ്യക്തികളുടെ കൂട്ടത്തിൽ യോഹന്നാനെയും നാടുകടത്തിയത് മാത്രമല്ല, അവിടെ ആയിരിക്കുന്ന പടയാളികൾക്ക് എന്തെങ്കിലും തൊഴിലും കൊടുക്കുമായിരുന്നു. അവിടെ രാജകൊട്ടാരങ്ങൾ അലങ്കരിക്കുവാൻ വേണ്ടി വെണ്ണക്കൽ മാർബിളായിരിക്കുന്ന ഗ്രനൈറ്റ് പാറയാണ്. അവയെ പൊട്ടിച്ച് കപ്പലിൽ കയറ്റി രാജാക്കന്മാരുടെ അവിടെ രാജകൊട്ടാരത്തിൽ എത്തിക്കുന്ന ഒരു പണിയും ഇവിടുത്തെ തൊഴിൽ ചെയ്ത കൂട്ടത്തിൽ 92 വയസ്സുകാരനായ യോഹന്നാനും അത് സന്തോഷത്തോടു കൂടെ ചെയ്തു. അപ്പോൾ ഇവിടെ ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിമിത്തം, ദൈവവചന നിമിത്തം പത്മോസിലായിരുന്ന യോഹന്നാൻ കാലങ്ങൾ കഴിച്ചുകൂട്ടി. 18 മാസം നീണ്ടു നിന്നതായ ഒരു കാലഘട്ടം. ഇതിനിടയിൽ പലപ്പോഴായി താൻ ആത്മവിവശനായ സമയം തൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ക്രിസ്തു കാഹളനാദം പോലെ ഒരു ശബ്ദം കേട്ടുവെന്നും ആ ശബ്ദം എന്താകുന്നുവെന്ന് താൻ പിന്നിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിക്കുന്നത്. തിരിഞ്ഞപ്പോൾ 7 പൊൻനില വിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ആ വാക്യത്തിന്റെ അതേ ചിത്രം നിങ്ങളിതാ കാണുന്നു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നേരിൽ കണ്ട യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കാണുന്നത് വ്യത്യസ്തമായ ഒരു ദർശനത്തിനാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗീയ പ്രതാപത്തോടുകൂടെ സ്വർഗീയ തേജസ്സോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്തായിരിക്കുന്ന ആ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ആ ക്രിസ്തു തൻ്റെ മുമ്പിൽ തേജസ്സോട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ട കാഴ്ച ഇതാ ഈ ചിത്രങ്ങൾ കൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഇതാ ചിത്രകലാകാരൻ്റെ ഭാവനയിൽ അൽഫയും ഒമേഗയുമായ ക്രിസ്തുവിനെ 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നിങ്ങൾ കാണുന്ന വ്യത്യസ്ത ചിത്രങ്ങൾ ഇതാ ശ്രദ്ധിക്കൂ, നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ ക്രിസ്തു യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന നിത്യനായിരുന്ന സൃഷ്ടികർത്താവായിരുന്ന തൻ്റെ മഹത്വത്തെ തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലയളവ് അവസാനിക്കുന്ന സമയം പൗരോഹിത്യ പ്രാർത്ഥന എന്നുള്ള നിലയിൽ ഒരു പ്രാർത്ഥന അധ്യായം തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അവിടെ ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സൃഷ്ടികർത്താവ് എന്നുള്ളതായ ഒരു അർത്ഥത്തിലാണ് തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം താൻ തന്നെ പറയുന്നത്. എഫേസ്യർ 3:9 മുതൽ നോക്കിയാൽ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമെന്നും അനാദി നിർണയപ്രകാരം എന്നുള്ളതായ ചില വാക്കുകൾ നമ്മളവിടെ വായിക്കുന്നു. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിക്കുവാൻ. അനാദി കാലങ്ങൾക്ക് മുമ്പ്, അനാദികാലം, കാലം തുടങ്ങുന്നതിന് മുമ്പ്, ആദിക്ക് മുമ്പ്, അനാദി, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സ്വർഗങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സ്വർഗത്തിലെ ദൂതസംഘങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ആദി. ആ ആദിക്ക് ഒരു ആദിയുണ്ട്, അതാണ് അനാദി. ആ അനാദി കാലം മുതൽ നിത്യനായിരുന്നവനാണ് അൽഫയായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് 90-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ
നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പോൾ നീ അനാദിയായും, ആദി ഉണ്ടാകുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. കഴിഞ്ഞ കാലം നിത്യതയിൽ കാരണഭൂതനായിരുന്ന, അല്പയായിരുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആദിയിലെ ക്രിസ്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നവൻ. ഇനി ആ ക്രിസ്തുവിൻ്റെ മഹത്വം ഏത് നിലയിലൊക്കെയെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. തേജോമയനായ യേശു ക്രിസ്തുവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയെക്കുറിച്ച് പാട്ടുകാരൻ്റെ ഭാവനയിൽ ഇങ്ങനെ: 7 തങ്കവിളക്കുകൾ നടുവിൽ ഉലാവിടുമെന്നാഥൻ, താരകളേഴും കരതലമതിലും പരമഹോ പണി പരവതുരൂപം. താരകളേഴും കരതലമതിലും പരമഹോ പണി പരവതുരൂപം. യേശുമണ വാളനിൽ രൂപം വർണ്ണിപ്പതിന്നെളുതോ. യേശുമണ വാളനിൽ രൂപം വർണ്ണിപ്പതിന്നെളുതോ. പഞ്ഞി പോലെ വെൺശിരസും തീജ്വാലസമം നയനം, മിന്നുന്ന മുഖവും സൂര്യസമാനം, സുന്ദരനാമനുവേലന പ്രിയൻ. മിന്നുന്ന മുഖവും സൂര്യസമാനം, സുന്ദരമാമനുവേലന പ്രിയൻ. യേശു മണവാളനിൽ രൂപം വർണ്ണിപ്പതിന്നെളുതോ. യേശു മണവാളനിൽ രൂപം വർണ്ണിപ്പതിന്നെളുതോ. വെണ്മയതോട് നൽചുവപ്പു വർണ്ണവുമായി 10,000ങ്ങളിൽ അതിസുകുമാരൻ. വെണ്മയതോടും ചുവപ്പു വർണ്ണവുമായി 10,000ങ്ങളിൽ അതിസുകുമാരൻ. യേശു മണവാളനിൽ രൂപം വർണ്ണിപ്പതിന്നെളുതോ. അല്പസമയം ഈ ചാർട്ടിൽ കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് അറിയുവാൻ എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 8, 9, 10 വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഈ ചിത്രത്തിൽ കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന് വായിക്കൂ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് 68-ാം സങ്കീർത്തനത്തിന് 18-ാം വാക്യമാണ്. ആ വാക്യത്തെ പ്രവചന നിവൃത്തിയായിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ആരാണ് ബദ്ധന്മാർ? ആരാണ് പിടിച്ചുകൊണ്ടുപോയത്? എവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി? എങ്ങോട്ട് പോയി? അത് സാധാരണ എന്താണെന്ന് ഗ്രഹിക്കാതെ വേണം പലരും വായിച്ചു വിടുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ക്രൂശിൽ ഏലോഹി ഏലോഹി ലമ്മാ ശബത്താനി എന്ന ഉറക്ക നിലവിളിയോടുകൂടെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവായ ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുകയും തൻ്റെ ശരീരത്തെ ഭൂമിയിൽ വെട്ടിയ പുതിയ കല്ലറയിൽ, പാറയിൽ വെട്ടിയ പുതിയ കല്ലറ അടക്കം ചെയ്തു. തൻ്റെ ആത്മാവ് നേരെ ഈ പരദീസിലേക്ക് വന്നു. ഈ പരദീസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഇരുവശത്തും ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ മാനസാന്തരപ്പെട്ട കള്ളനും അവസാന നിമിഷം ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു കാര്യം വെളിപ്പെടുന്നത്, ഈ കള്ളൻ ക്രിസ്തുവിനോട് പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ആ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു മറുപടി പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിരിക്കും. ആ പരദീസ എന്ന് പറയുന്നതാണ് ഈ ഭാഗം, അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ഈ ഭാഗം. ഇവിടെ കിടക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് സങ്കീർത്തനം 50-ാം സങ്കീർത്തനത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവൻ. അപ്പോൾ ഇവിടെ കിടക്കുന്നത് യാഗം കഴിച്ച് നിയമം ചെയ്തവരായ വിശുദ്ധന്മാർ. അതാരാണ്?
ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് വരെ പഴയ നിയമ ഭക്തന്മാരായ ആദാം മുതൽ ഇങ്ങോട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് തുടങ്ങി മലാക്കി വരെയുമുള്ളതായ പഴയ നിയമ ഭക്തന്മാർ, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ വരെയുമുള്ള പഴയ നിയമ ഭക്തന്മാർ ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും സമാധാനയാഗങ്ങളും അകർത്തിയാഗങ്ങളും പാപയാഗങ്ങളുമായി വിവിധ യാഗങ്ങൾ അർപ്പിച്ച് ആട്ടുകൊറ്റൻ്റെയും കാളകളുടെയും രക്തത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാഗം അർപ്പിച്ച് ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ അവിടെ ആത്മാക്കൾ ഇവിടെ കിടക്കുന്നു. ഈ ആത്മാക്കൾ അവരുടെ സാക്ഷാൽ രക്ഷകനായ മസിയെ പ്രതീക്ഷിച്ച് കിടക്കുന്നവരാണ്. മസിക ഇവിടെ സകല പാപികളുടെയും പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം തൻ്റെ ആത്മാവ് നേരെ ഈ പാതാളത്തിലേക്ക് ഊളിയിട്ടിറങ്ങി. ഇവിടെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ മഹത്വം ഈ ഭക്തന്മാരുടെ ആത്മാക്കൾ മുഴുവൻ തിരിച്ചറിഞ്ഞു. ആദാം മുതൽ മാനസാന്തരപ്പെട്ട ക്രൂശിലെ കള്ളം വരെയുമുള്ള ആത്മാക്കളുടെ ലക്ഷോപലക്ഷം ആത്മാക്കളുടെ കൂട്ടം ഇവിടെയുണ്ട്. അവർ ക്രിസ്തുവിനെ കണ്ടു, തിരിച്ചറിഞ്ഞു. അടുത്ത് സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പും 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്യുന്നതിനിടയിൽ ഈ ബദ്ധന്മാരായി കിടന്ന വിശുദ്ധന്മാരെ പിടിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി, ഹെവൻലി പാരഡൈസ് എന്ന് പറഞ്ഞ സ്വർഗീയ പരദീസയിലേക്ക് കൊണ്ടുപോയി, ദൈവത്തിൻ്റെ ഇടമായ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ബദ്ധന്മാരെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം ഇതുകൂടെയുണ്ട്. ഇവിടെ ഈ താഴ്ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഭൂമിയുടെ അധോ ഭാഗ സ്ഥലങ്ങളിലുള്ളതായ ചില പാതാള സ്ഥലങ്ങളാണ്. അവിടെ പരദീസി എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇവിടെ യാതനാ സ്ഥലം എന്ന് പറയുന്ന തീയും ഗന്ധവും കത്തുന്ന ഒരു സ്ഥലം കാണാം. വീണുപോയ ദൂതന്മാരായ വ്യക്തികളെ ബന്ധിപ്പിച്ചിരിക്കുന്നതായ ഒരു അന്ധകാര പാതാളത്തെ കാണാം. അഗാധ കൂപം എന്ന് പറയുന്ന സ്ഥലം, ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ബന്ധന സ്ഥലമായിരിക്കുന്ന ഭാഗം ഇവിടെ കാണാം. എന്നാൽ ഇവിടെ തീയും ഗന്ധവും കത്തുന്ന നിത്യ നരകമാകുന്ന ഒരു പാതാള സ്ഥലം കാണാം. ഇതെല്ലാം ഭൂമിയുടെ അധോ ഭാഗത്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമിയുടെ അധോ ഭാഗം തീ കൊണ്ടെന്നതുപോലെ മറിയുന്നുവെന്ന് ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമില്ലാത്ത പാതാള സ്ഥലങ്ങളെ അധമ പാതാളമെന്ന് പറയുന്നു. അധമ പാതാളങ്ങളുമായി ബന്ധമില്ല എങ്കിലും അതിനോട് ചേർന്നതുപോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പർദീസ എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ മടി. അവിടെ സാക്ഷാൽ സ്വർഗീയമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ മരണ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെ ഈ പാതാളത്ത് കിടക്കുന്ന വിശുദ്ധന്മാരെ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ നന്നായിരിക്കും. എഫേസ്യർ 4:8 മുതൽ 10 വരെ. അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയാൽ ആശ്വാസപ്രദനായ കാര്യസ്ഥനായ ഭക്തന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ സകല സത്യത്തിലെങ്കിൽ നിങ്ങൾ വഴി നടത്തും എന്നു പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ കാര്യസ്ഥനെയാണ് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ശ്രദ്ധിക്കൂ. ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു. സെക്യോൻ മാളിക മുറിയിൽ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ക്രിസ്തു ദൈവത്തിൻ്റെ മഹിമയുടെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് 40-ാം ദിവസം അവിടുന്ന് 10 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന, ഇവിടെ ഭൂഗോളത്തെ കൊടുത്തിട്ടുണ്ട്, ഭൂമിയുടെ മധ്യഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് യെരുശലേം കേന്ദ്രമാക്കിയുള്ളതായ മിഡിൽ ഈസ്റ്റാണ്. ആ യെരുശലേമിൻ്റെ ഒലിവുമലയോട് ചേർന്ന എതിർഭാഗത്തുള്ളതായ ഒരു സ്ഥലമുണ്ട്. ദാവീദിൻ്റെ നാട്, ദാവീദിൻ്റെ പട്ടണമായ സിയോൺ. അതിനടുത്താണ് മോറിയാമല. ആ മോറിയാമലയും ഏകദേശം അടുത്താണ് സെഖിയോൻ മാളികമുറി. ആ സെഖിയോൻ മാളികമുറിയിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ 120 പേരടങ്ങുന്ന സംഘം കൂടിയിരുന്നു.
വാഗ്ദത്തൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിക്കാൻ കൂടിയിരുന്നു. അവിടെ ക്രിസ്തു പിതാവിൽ നിന്നും ആ വാഗ്ദത്തൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയുടെ മധ്യഭാഗത്തായിരുന്ന 120 പേർ ഒടിയ മുഴക്കത്തോടുകൂടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവർ കൃപാവരങ്ങളാൽ നിറയപ്പെട്ടു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളോടുകൂടെ ഭൂമിയുടെ മധ്യഭാഗം മുതൽ തുടങ്ങി യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും കർത്താവിന് സാക്ഷികളായി തീർന്നു. അവിടെ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നത് വിവിധ കൃപാവരങ്ങളെയാണ്. അത് രോഗശാന്തിയുടെ വരം, വിവിധ വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുവാനുള്ള വരം, അങ്ങനെ വിവിധ പരിശുദ്ധാത്മാവിനുള്ള കൃപാവരങ്ങളോടുകൂടെ ഇവിടെയായിരുന്ന ഭക്തന്മാരെ നിറച്ചുകൊണ്ട് ലോകവ്യാപകമായി സകല ജാതി മതസ്ഥരുടെ ഇടയിലേക്കും ഒഴുകുന്ന ഒരു ആത്മപ്രവാഹത്തെയാണ് ഇവിടെ ദാനമായി കർത്താവ് കൊടുത്തത്. കൊടുത്ത കർത്താവ് ഇതാ നേരത്തെ വായിച്ച പോലെ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി തലയും തലമുടിയും ഹിമത്തോളം വെള്ള, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ തീയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ട് സദൃശ്യം, അവൻ്റെ വായിൽ നിന്നും ഇരുവായത്തുള്ള വാൾത്തല പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നു. വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്, 7 പൊന്നില വിളക്കിൽ നടുവ് നിൽക്കുകയും ചെയ്യുന്നു. ആ ചിത്രം നമുക്ക് പിന്നാലെ കാണും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകിയതും അതിനെ തുടർന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ തുടങ്ങിയ സുവിശേഷ വൃന്ദങ്ങളെയും ദാനമായി നൽകി. പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തു നൽകിയ ദാനങ്ങളാണ് ഈ പറയുന്ന വിഷയങ്ങൾ. അങ്ങനെ ഭൂമിയിൽ ക്രൈസ്തവ സഭ ആരംഭിക്കുകയും ചെയ്തു. എബ്രായർ 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ആ ക്രിസ്തു പിതാവായ ദൈവത്തിന് മഹിമയുടെ വലതുഭാഗത്തായിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ചില വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചെന്ന് കേൾപ്പിക്കാം. എബ്രായർ 2:14-15 വാക്യങ്ങൾ: മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ മരണഭീതികളാൽ അടിമകളായിരുന്ന സാത്താൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ പൂർണ്ണമായി സ്വതന്ത്രരാക്കുവാൻ വേണ്ടി ക്രിസ്തു ആ ദൗത്യം നിർവഹിച്ചു. കൊലോസ്യർ 2:15 വാക്യം: വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. ആ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളമാണ് ശ്രദ്ധിക്കൂ. ഭൂമിയിൽ മരണഭീതിയോടുകൂടെ ആയിരുന്നതായ ജനത്തെ ക്രിസ്തു വിടുവിച്ചത് മാത്രമല്ല, ഈ പാതാള സ്ഥലങ്ങളുടെ മുഴുവൻ്റെയും അധികാരമെന്നുള്ള നിലയിൽ ഘോരനായ പിശാച് തേർവാഴ്ച നടത്തുമ്പോൾ യേശു പാതാളത്തിലേക്ക് ഇറങ്ങി, അധോഭാഗത്തേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇതിന് മുഴുവൻ്റെയും അധികാര സാരഥ്യം എന്നതുപോലെ ആയിരുന്ന പിശാചിൻ്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ചു. ഈ ഡിഫൻസ് മേഖലയിൽ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ സ്ഥാനമാനങ്ങളെ അറിയിക്കുന്നതായ ചില അടയാളങ്ങൾ, ചില കോറുകൾ, ചില സ്റ്റാറുകൾ കാണും. 1 സ്റ്റാറോ 3 സ്റ്റാറോ അതിനപ്പുറമുള്ള പല കോറുകളും സ്റ്റാറുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനുമുണ്ട്. അതിനെയാണ് അധികാരങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. പിശാച് ഈ ഭൂതലത്തിൻ്റെ മുഴുവൻ്റെയും അധികാരി എന്നുള്ള നിലയിൽ മനുഷ്യനെ അടിമപ്പെടുത്തി വെച്ചിരുന്ന അവൻ്റെ അധികാരങ്ങളെ, ആ കോറുകളെ യേശു എടുത്തു മാറ്റിയതുപോലെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യകോലമാക്കി തീർത്തു. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പിതാവ് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, അഥവാ എനിക്ക് നൽകിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും. വീണ്ടും അതിനെ വായിക്കുമ്പോൾ എഫേസ്യർ 1:21-22 വാക്യം: ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും
സ്വർഗത്തിൽ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഇഹലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സകലത്തിനും മീതെ തലയാക്കി എന്ന് വായിക്കുന്നു. ഇത്രത്തോളം അർത്ഥവ്യാപ്തിയായിട്ടുള്ള ഒരു വാക്യം നമുക്ക് വേറെ കാണുവാൻ കഴിയുമോ? ഇതിൻ്റെ സകലത്തിൻ്റെയും തല ക്രിസ്തുവാണ് നമുക്ക് മനസ്സിലാകും. 1 പത്രോസ് 3:22 വാക്യം, യേശു സ്വർഗത്തിൽ പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്, ദൂതശ്രേഷ്ഠന്മാരുണ്ട്, ദൂതപ്രഭുക്കന്മാരുണ്ട്. അതിൽ ചില വ്യക്തികളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പേരെടുത്ത് പറയുന്നതായ ഗബ്രിയേലുണ്ട്, മീഖയേലുണ്ട്, പിന്നെ കെരൂബുകളുണ്ട്, സാറാബുകളുണ്ട്, സേവകാത്മാക്കളുണ്ട്, അഗ്നിമയമായ രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്. ഇവയൊക്കെയും സ്വർഗീയമായ മഹത്വത്തോടുള്ള ബന്ധത്തിലാണ് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്ന വേറൊരു ഭാഗം. ഫിലിപ്പിയർ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ളതായ ഒരു വാക്യമാണ്. അതിപ്രകാരമാണ്, ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, യേശുവിൻ്റെ നാമത്തെങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആ വാക്യത്തിൻ്റെ മധ്യഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുവിൻ്റെ നാമത്തെങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങും. ചിത്രത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കാണുന്ന സ്റ്റെപ്പ് 1-ാമത്തെ CD-യിൽ 1-ാം വോളിയം CD-യിൽ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കാണുന്ന ബെൽറ്റ് പോലെ കാണുന്ന ഈ ഭാഗം ഭൂമിയുടെ പുറന്തോടിനെ കാണിക്കുന്നു. ഇത് ഭൂമിയുടെ അധോഭാഗത്തെ കാണിക്കുന്നു. ഇത് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കാണിക്കുന്നു. ഇത് ഭൂമിയിൽ മാനവരാശിയുടെ ചരിത്രത്തെ തെളിയിക്കുന്ന രേഖകളായിട്ട് കാണിക്കുന്നു. ഇതിന് മുകളിലുള്ള ഭാഗം, ഭൂമിയുടെ നേരെ മുകളിൽ നമ്മുടെ തലയ്ക്ക് മുകളിലായ ഭാഗം വായുമണ്ഡലം, പ്രാണവായുവിൻ്റെ മണ്ഡലം, അതാണ് ഈ കാണുന്ന വെള്ള ലെയർ. അതിന് മുകളിൽ ഈ കാണുന്നതാണ് മേഘമണ്ഡലം. അത് നമുക്ക് ദൃശ്യമായ ഒരു മണ്ഡലമുണ്ട്. ആ മേഘമണ്ഡലങ്ങൾക്ക് മുകളിൽ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളുള്ളതായ ഒരു മണ്ഡലമുണ്ട്, നക്ഷത്രജാലം. ആ നക്ഷത്ര സമൂഹങ്ങൾക്കും അപ്പുറം സ്വർഗം, സ്വർഗാദി സ്വർഗം എന്ന് പറയുന്ന ഭാഗങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അതെന്താണ് അർത്ഥം? ഇത് ഈ പറയുന്ന സ്റ്റെപ്പിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഭൂമിയിലുള്ളവർക്കോ ഭൂമിയുടെ ഉയരത്തിൽ സ്വർലോകരുടെയോ ഭൂമിയുടെ അധോഭാഗങ്ങളായ അധോലോകരുടെയോ അധികാരങ്ങളൊക്കെയും എല്ലാ അധികാരങ്ങളും തലയായ ക്രിസ്തുവിനാണ്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്, ഈശോസ് ക്രിസ്റ്റോസ് കുറിയോസ് എന്നാണ് അവയെ ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞത്. യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടത് അധോലോകരുടെ മുഴങ്കാൽ മടങ്ങി ഏറ്റുപറയുകയും ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ചാർട്ടിൻ്റെ അവസാന ഭാഗം, പാതാള സ്ഥലങ്ങളിൽ ലേക്ക് ഓഫ് ഫയർ അഥവാ ഫൈനൽ ഹെൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഏറ്റവും അവസാനമായി ന്യായവിധി കഴിഞ്ഞ് പിശാചുക്കളെയും ദുർഭൂതങ്ങളെയും ആൻറ്റിക്രൈസ്റ്റ് അല്ലവ ഇതിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അധർമ്മമൂർത്തിയായ കോരനായ പിശാചായ പഴയ പാമ്പായ ലൂസിഫറിനെയും തള്ളുന്നതായ തീയും ഗന്ധവും കത്തുന്ന പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി, നിത്യനരകം എന്ന് കർത്താവ് പറഞ്ഞ ഒരിടമാണ്. അവിടെ വരുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ ഈ കാണുന്നത് ഏറ്റവും അവസാന ഭാഗം ഈ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടി പറയുന്നു. ഇവിടെ ഒരു വെള്ള സിംഹാസനം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നു. ക്രിസ്തു ജഡ്ജിയായിരിക്കുന്നു. അവിടെ വിധിക്കപ്പെടുന്ന ചില ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നു. അത് നമുക്ക് അവസാനമായി ശ്രദ്ധിക്കാം. ഇവിടെ ന്യായം വിധിക്കപ്പെടുവാൻ ആരെയൊക്കെയാണ് കൂട്ടിച്ചേർക്കുന്നത്? അവിടെ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും, എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ആരാണ്? ദൈവത്തെ കൂടാതെ മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ച സകല മനുഷ്യരുടെ ആത്മാക്കൾ വന്ന് നിറയുന്ന സ്ഥലമാണ് ഈ യാതന സ്ഥലം. ഈ യാതന സ്ഥലത്ത് വന്ന് നിറയുന്ന മനുഷ്യാത്മാക്കളെ
ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സ്പേസിൽ സ്ഥാപിക്കുന്ന ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന അന്ത്യന്യായവിധിയുടെ നാളിൽ മനുഷ്യാത്മാക്കളെ മുഴുവനെയും ഈ അന്ധകാര പാതാളത്തിൽ കിടക്കുന്ന, ഈ തീജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന മനുഷ്യാത്മാക്കളെയും ഉയർപ്പിച്ച് വെള്ളസിംഹാസനടുക്കൽ കൊണ്ടുവന്ന് യേശുവെ നീയാണ് കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞിട്ട് നിത്യമായി നരകത്തിൽ പോകും. ഇതാണ് പത്രോസോട് പറഞ്ഞിരിക്കുന്ന അർത്ഥം നിങ്ങൾ മനസ്സിലായോ? സ്വർലോകരുടെയും, അപ്പോൾ സ്വർഗത്തിൽ സകല വാഴ്ചകളും അധികാരങ്ങളും ഉൾപ്പെട്ട ദൂത സമൂഹങ്ങളും ദൂതപ്രഭുക്കന്മാരും ഭൂതലത്തിൽ ഇന്നുള്ളവരൊക്കെയും അതോ ലോകരുടെയും മുഴങ്കാൽ ഭാവിയിൽ മടങ്ങുമെന്ന് പത്രോസ് പ്രവചിക്കുന്ന ഇങ്ങനെയാണ്: മടങ്ങും, എന്നിട്ട് യേശുവിനെ ഏറ്റുപറയും, എന്നിട്ട് എന്ത് ചെയ്യും? തീപ്പൊയിലേക്ക് പോകും. ആ വാക്യത്തിൻ്റെ പ്രശസ്തി ഇപ്രകാരം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം സന്ദർഭോചിത അർത്ഥത്തിന് വേണ്ടി പറയുന്നു. ക്രിസ്തുവിൻ്റെ സകല മഹത്വത്തെയും വെളിപ്പെടുത്തുന്നതായ ഒരു വാക്യമുണ്ട്. ഒന്ന് വായിക്കാമോ? ഈ 3 ലോകത്തെ അവിടെ എടുത്തു പറയുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ശ്രദ്ധിക്കൂ. അവിടെ പിതാവായ ദൈവത്തിൻ്റെ വലങ്കരത്തിൽ ഒരു മുദ്രിത ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നു. അത് നമ്മൾ പിന്നാലെ ചിന്തിക്കുന്നുണ്ട്. ആ മുദ്രിത ഗ്രന്ഥം വാങ്ങുവാനോ അതിൻ്റെ മുദ്രകൾ തുറക്കുവാനോ യോഗ്യനായി ആരെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും. ഇവിടെ നമ്മൾ ചിന്തിച്ചതായ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നോക്കൂ. സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഭൂമിക്ക് കീഴിലുള്ളതായ ദുഷ്ടാത്മസേനകളിൽ ലൂസിഫറിൻ്റെ ശക്തികളിൽ ആർക്കുമാകട്ടെ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എല്ലാറ്റിൻ്റെയും തലയായ ക്രിസ്തു, അൽഫയും ഒമേഗയുമായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അപ്പോസ്തലന്മാരിൽ പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഗൗരവമായ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം പത്രോസോട് വിളിച്ചു പറയുന്നു. വലിയൊരു സമൂഹത്തോടും വലിയ അധികാരജ്ഞന്മാരോടും വിളിച്ചു പറയുകയാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യയിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എല്ലാറ്റിൻ്റെയും തലയായ ഏകരക്ഷകനായ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ അല്പയും ഒമേഗയുമായവനെ കുറിച്ചാണ് പത്രോസോട് പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 2:4 വായിക്കുന്നു: ആകയാൽ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ക്രിസ്തുവിനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഈ അല്പയും ഒമേഗയുമായ ക്രിസ്തുവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണനയിൽ ചില വാക്കുകളുടെ അർത്ഥപുഷ്ടി കൂടി നമുക്ക് നോക്കിയിട്ട് ഈ പാർട്ട് വേഗത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ബൈബിൾ തുറക്കൂ. 1-ാം അധ്യായം അതിന് 13-ാം വാക്യം മുതലാണ് അല്പയും ഒമേഗയുമായ ക്രിസ്തുവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണന അഥവാ തേജോമയനായ ക്രിസ്തുവിൻ്റെ വർണ്ണനയെക്കുറിച്ച് പറയുന്നത്. തുടക്കം ഇപ്രകാരമാണ്. 13-ാം വാക്യം: 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ഇതേ വാക്യത്തിൻ്റെ ഗൗരവവും മനസ്സിലാകത്തക്കുള്ള ചിത്രം നിങ്ങൾ ഇതായി കാണുന്നു. അതിൽ ശ്രദ്ധിക്കൂ. പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ക്രിസ്തുവിനെ കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കുന്നു. തേജോവനായ ക്രിസ്തുവിനെ കാണുന്നു. അടുത്ത് വായിച്ചത്: അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. ഇവിടെ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച് കെട്ടിയവനായി എന്ന് തുടങ്ങുന്നതിൻ്റെ
ആദ്യ ഭാഗം പുരോഹിതൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങളിൽ ഒന്നാണ് നിലയങ്കി. നിലത്തോളം മുട്ടി നിൽക്കുന്ന അങ്കി, വെള്ളയങ്കി, നീലയങ്കി എന്നൊക്കെ പറയുന്നുണ്ട്. ആ നിലയങ്കി പഴയ നിയമ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഉള്ളിൽ ധരിക്കുന്ന ആദ്യത്തെ വസ്ത്രമാണ് നിലയങ്കി. വെള്ള പഞ്ഞി നൂൽ കൊണ്ട് മനോഹരമായി നെയ്തെടുത്തതായ ഒരു നിലയങ്കിയാണ്. എന്നാൽ ആ നിലയങ്കിയുടെ അതേ രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് ക്രിസ്തു ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പഴയ നിയമ അക്ഷരികമായ ആരാധനകളെല്ലാം എന്നേക്കുമായി നിർത്തൽ ചെയ്തുകൊണ്ട് ക്രിസ്തു അവിടെ പുരോഹിത സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത്, നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യവൻ, തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ള. മഹാപുരോഹിതന്മാർ, പഴയ നിയമത്തിൽ യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ ഒന്നേ ഉള്ളൂ. അതായത് സീസൺ കഴിയുമ്പോൾ വേറെ മഹാപുരോഹിതൻ വരും. മഹാപുരോഹിത വർഗം, വംശമെന്ന് പറയുന്നതായ പദപ്രയോഗങ്ങൾ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഒരു മഹാപുരോഹിതൻ മാത്രമേ കാണുകയുള്ളൂ. മഹാപുരോഹിതൻ്റെ തലയിൽ ഒരു വെള്ള പഞ്ഞി നൂൽ കൊണ്ട് ഡിസൈൻ ചെയ്തായ നല്ലൊരു തൊപ്പിയുണ്ട്, തലപ്പാവെന്ന് പറയും. ആ തലപ്പാവിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് യഹോവയ്ക്ക് വിശുദ്ധമെന്നതായ മുദ്രക്കൊത്തായി പൊൻ തകട് പതിപ്പിച്ചിട്ടുണ്ട്. ഈ തലപ്പാവിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു രംഗം കൂടെയാണ് തലയും തലമുടിയും ഹിമത്തോളം വെള്ള. സ്വർഗങ്ങളിൽ കൂടി സ്വർഗത്തിൽ കയറിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വിശുദ്ധിയിൽ ഭയങ്കരനും പുരാതനത്വത്തെയും പൈതൃകമായ മഹത്വത്തെയും കാണിക്കുന്നതാണ് ഈ മഹത്വം. ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതന. അടുത്ത് വായിക്കുന്നത് എന്താണ്? കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണാണ്. ഇവിടുത്തെ പറയുന്നതായ തീജ്വാലയ്ക്കൊത്ത അഗ്നിസമമായ ആ തീവ്രതയേറിയ കണ്ണ് സർവജ്ഞതയുടെ ജ്വാല കൊണ്ട് കത്തിക്കാളുകയാണ്. ജ്വലിക്കുന്നവൻ്റെ കണ്ണുകൾ മനുഷ്യഹൃദയങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി അന്തരംഗ വ്യാപാരങ്ങളെ ചിത്രങ്ങളായി പുറത്തു കൊണ്ടുവരുന്നതായ നോട്ടമാണ്. കരുണയുടെയും ആർദ്രതയുടെയും നോട്ടമല്ല, അവൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്ന യാതൊരു മർമ്മവുമല്ല. ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയുടെ മുമ്പാകെയാണ് നമ്മളൊക്കെയും ആയിരിക്കുന്നത്. ഓർക്കുമ്പോൾ എന്തുമാത്രം മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നത്, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടും സദൃശ്യവും. ന്യായവിധിയിൽ കൂടെ കടന്നുപോയ കാൽ ശത്രുതകളെ, പാതാള ശക്തികളെ തൻ്റെ കാൽ കീഴാക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ മകൾ സാന്നിധ്യമുള്ളതായ ഒരിടത്ത്, ഭവനത്തിൽ അന്ധകാര ശക്തിക്ക് ഒരു സ്ഥാനവുമില്ല, പാതാള ശക്തിക്ക് ഒരു സ്ഥാനവുമില്ല, ബന്ധനങ്ങളും പോരാട്ടം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു സ്ഥാനവുമില്ല. കാരണം ക്രിസ്തുവിൻ്റെ ആ പാദസ്പർശനമുള്ള സാന്നിധ്യമുള്ള ഇടത്ത് എല്ലാ അന്ധകാര ശക്തികളും അപ്രത്യക്ഷമാകും. അങ്ങനെയുള്ളതായ ശക്തിയേറിയ കാലിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ അവൻ്റെ ശബ്ദത്തെക്കുറിച്ച് വായിക്കുന്നതാ, പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത ശക്തിയുടെ പ്രവാഹമാണ്. സ്വർഗീയന്മാരുടെ ശബ്ദ പ്രത്യേകതയാണ് ഇടിനാദം പോലെ, അല്ലെങ്കിൽ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ എന്നൊക്കെ പറയുന്നത്. ഇവിടെ മാനുഷികമായി നമ്മുടെ ശബ്ദങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ സ്വർഗത്തിലെ മാലാഖമാർ അഥവാ ദൂതന്മാർ തൻ്റെ വിശുദ്ധന്മാർക്ക് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ഇടിനാദം പോലെ ഇരുന്നു അവൻ്റെ ശബ്ദം, ഇടിമുഴക്കം പോലെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത സ്വർഗീയ ആത്മജീവികളുടെ ശബ്ദമാണ്. അപ്പോൾ സ്വർഗീയന്മാരുടെ ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ, ഇടിനാദം പോലെ, ഇടിമുഴക്കം പോലെ ആയിരിക്കും. ഇവിടെ ക്രിസ്തുവിൻ്റെ ശബ്ദം ഏറ്റവും മഹത്വമായി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, അവന് ശബ്ദം പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ആയിരുന്നുവെന്നാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് 7 നക്ഷത്രം. അവൻ്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം താഴെ 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 7 പൊൻനിലവിളക്ക് 7 സഭകളാകുന്നുവെന്നും അവൻ്റെ വലങ്കരത്തിൽ കണ്ട 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നുവെന്ന് ക്രിസ്തുവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനത്തെ കവിഞ്ഞൊരു വ്യാഖ്യാനം അവിടെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ വലങ്കരത്തിലാണ് 7 നക്ഷത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്തു
പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പം ലോകത്തിൽ വെളിച്ചങ്ങളായിരിക്കുന്ന ഒറ്റയൊറ്റ വിശ്വാസികളാണ് നമ്മൾ ഓരോ നക്ഷത്രങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7 സഭകളുടെ ദൂതന്മാർ അഥവാ അധികാരമുള്ള അതിൻ്റെ പാസ്റ്ററുടെ സ്ഥാനത്ത് ബിഷപ്പായി അതിന് അധ്യക്ഷന്മാരായിരിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ നക്ഷത്രമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 നക്ഷത്രം, 7 എന്നുള്ള ദൈവത്തിന് പൂർണ്ണസംഖ്യയാണ്. ദൈവത്തിൻ്റെ ഓരോ നക്ഷത്രങ്ങളാണ് ഈ ഭൂമിയിലെ ഓരോ ഭക്തന്മാർ. അങ്ങനെയാണെങ്കിൽ സഭയുടെ നേതാക്കന്മാരെ മാത്രം നക്ഷത്രമെന്ന് പറഞ്ഞാൽ വിട്ടാൽ മതിയോ? ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വലങ്കരത്തിലെ നക്ഷത്രമാണ്. നമ്മൾ ശോഭിക്കേണ്ടവരാണ്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായിരിക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കരത്തിലായിരിക്കുന്ന നക്ഷത്രമാകുന്ന നമ്മെ ഓരോരുത്തരെയും താഴെ തട്ടിയിടുവാനോ അവിടെ ഇട്ട് ചവിട്ടി മതിക്കുവാനോ ഈ ലോകത്തെ അഴുക്കാക്കുവാനോ ഈ ലോകത്തിൽ ഇല്ലായ്മ വരുത്തുവാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം അൽപ്പയും ഒമേഗയുമായവനാണ് നമ്മുടെ കർത്താവ്. ആ ശക്തനായവൻ നമ്മെ കരത്തിൽ പിടിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് പതറാൻ കാരണമില്ല. ആ കണ്ണിനെക്കുറിച്ച് 7 നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. പിന്നെ വായിക്കുന്നത് 19-15 വാക്യം, ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതായ വാക്കുകളാണ്. അതിനെ മനസ്സിലാക്കുവാൻ സഹായമായി കർത്താവ് യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കുമെന്ന് രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ വായിലെ ശ്വാസത്താൽ ഒടുക്കുമെന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് കൽപ്പനയാൽ പുറത്തു വരുന്ന വാക്കുകൾ വാളുപോലെ ശക്തിയുള്ളതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അപ്പോൾ യേശു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഇപ്പോൾ ദൈവപുത്രൻ രാജാതി രാജാവ് എന്നുള്ള നിലയിൽ യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മൂർച്ചയുള്ള വാൾ പോലെയാകുന്നുവെന്നാണ് അവിടെ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ വാക്കും വാളും തമ്മിലുള്ളതായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 4-18 വാക്യം, കർത്താവ് താൻ ഗംഭീരനാദം. ഗംഭീരനാദം എന്ന് പറയുന്നതിന് മറ്റൊരു പര്യായം അത് വാളെന്നുള്ളതാണ്. എഫേസ്യർ 4-17 വാക്യത്തിൽ വായിക്കുന്നു, ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. 2 തെസ്സലോനിക്കർ 2-8 വാക്യം വായിക്കുന്നു, യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ വായിലെ ശ്വാസത്താൽ ശത്രുക്കളെ ഒടുക്കം സംഹരിക്കുമെന്നുള്ള അർത്ഥം. അപ്പോൾ ഈ വാളിൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ യേശുവിനെ ഗതസമനയിൽ പിടിക്കുവാൻ വരുന്ന റോമൻ പടയാളികളും സദസ്യരും പുരോഹിത വർഗവും മഹാപുരോഹിത വർഗവും ഒക്കെയുണ്ട്. 600-ലധികം വരുന്ന റോമൻ പടയാളികൾ, അവർ കവചിത ശരീരത്തോടുകൂടെ ഹെൽമറ്റ് ധരിച്ചവരായി വാളേന്തിയവരായി യേശുവിനെ പിടിക്കുവാൻ ഗതസമനയിലേക്ക് വരുന്നു. അതൊരു ഉദ്ദേശം 50 സെൻറ്റോളം വരുന്ന ഒരു കൊച്ചു തോട്ടമായി മാത്രമേ ഇന്നിവിടെ കിടപ്പുള്ളൂ. എന്നാൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ 8 ഒലിവ് വൃക്ഷങ്ങൾ, 2000 വർഷത്തിലധികം പഴക്കമുള്ളതായ പ്രായമുള്ളതായ ഒലിവ് വൃക്ഷങ്ങൾ ഇന്നും ഇവിടെ മുരടിച്ച് പച്ചയായിട്ട് തന്നെ കൊണ്ട് അതിൻ്റെ പുറംതോടുകൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ നാമ്പുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരിക്കൽ നഷ്ടപ്പെടാത്ത സാക്ഷികളായി അവിടെ 2000-3000 വർഷമൊക്കെ പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിന് സാർ നോക്കണം, ആ തോട്ടത്തിൽ 600-ലധികം റോമൻ പടയാളികളും മറ്റു വലിയ ഗ്രൂപ്പുകാരും അധികാരജ്ഞന്മാരുമായി കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ വരുമ്പോൾ യേശുവിനെ ഈ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ചുറ്റും അവർ പകച്ചു നിൽക്കുന്നത് പോലെ അവർ നോക്കുന്നു. യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവിടെ നിന്നുള്ള മറുപടി, നസറേനായ യേശുവിനെ. നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനാകുന്നു എന്ന ഒരു വാക്ക് കർത്താവോട് ഉപയോഗിച്ചു. അതിന് എബ്രായ ഭാഷയിൽ യഹ്യെ അഷേർ യഹ്യെ എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ ഇപ്രകാരം വിവർത്തനം ചെയ്തിരിക്കുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിൻ്റെ അർത്ഥവ്യാഖ്യാനം ഇപ്രകാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ മുഴു പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികർത്താവും ഉടയവനുമായിരിക്കുന്ന ഞാനെന്ന ഞാനാണ്. അതാണ് ക്രിസ്തു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ശക്തന്മാരായ ആയുധധാരികളായ വാളേന്തിയവരായ ഹെൽമറ്റ് ധരിച്ചവരായ ചുറ്റും വളഞ്ഞു നിന്ന പടയാളികൾ ഒരുപോലെ പുറകോട്ട് മറിഞ്ഞു വീണു.
അവർ പിടയ്ക്കുവാൻ തുടങ്ങി, നുരയും പതയും വായിൽ നിന്ന് പുറത്തു വരുവാൻ തുടങ്ങി. എന്തുകൊണ്ട്? അല്പമായ ശബ്ദസ്വരത്തോടുകൂടെ യേശു പറഞ്ഞതായ വാക്ക് ദൈവപുത്രന്റെ വാക്കായിരുന്നു. അവിടെ സംഹാരം നടത്തുന്ന വാക്കായിരുന്നു, മറുവശത്തെ രക്ഷിക്കുന്ന വാക്കായിരുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ വാക്കിൽ കൂടെ മിന്നൽ പോലെ, വൈദ്യുതരംഗം പോലെ, ഇൻവിസിബിൾ റൈസായി വന്നിറങ്ങിയത് വാളിൻ്റെ ശക്തിയായിരുന്നു. മിന്നൽ പിഴരുകൾ പോലെ, വൈദ്യുതരംഗം പോലെ അവിടെ ശരീരത്തിലേക്ക് ദൈവശക്തി വന്നടിച്ചിട്ട് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അവർ മലന്നു വീഴുകയായിരുന്നു. അതാണ് യേശുവിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക്. പെരുവെള്ളത്തിന് എരിച്ചിൽ പോലെ, ഇടിനാദം പോലെയുമൊക്കെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂതശാന്തിയും ഒക്കെ ഇന്ന് നടക്കുന്നതിന് പിന്നിലെ രഹസ്യം മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ ദാസന്മാരായിരുന്നിട്ട് അവരുടെ വാക്കുകളുടെ ശക്തിയല്ല, ആ വാക്കിൽ കൂടെ ദൈവശക്തിയുടെ പവർ പുറത്ത് വന്നിട്ട് അന്ധകാര ശക്തികൾ മാറുന്നു, വ്യാധികൾ അപ്രത്യക്ഷമാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അതാണ് അവിടെ നടക്കുന്നത്. ഇതൊരു പഠനം എന്നുള്ള നിലയിൽ പ്രസംഗ രീതിയിൽ പോകുന്നത് ഉചിതമല്ലല്ലോ. അടുത്തതായി നമ്മളിവിടെ വായിക്കുന്നത്, അവൻ്റെ മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. വാസ്തവമായി പൂർവ്വയുഗത്തിൽ സൃഷ്ടിപ്പിൻ്റെ മുമ്പ്, ആദിക്ക് മുമ്പേ അനാദിയായിരുന്ന അൽഫയായിരുന്ന ക്രിസ്തുവിൻ്റെ മുഖം തൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു ഗോളത്തിന് തുല്യം പ്രകാശിക്കുന്നു എന്ന് പറയുന്ന അത്ര ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ബ്രഹ്മാണ്ഡ ഘടാകം എന്ന് പറയുന്ന, ഈ പ്രപഞ്ചമെന്ന് പറയുന്ന, ഈ മിൽക്കി വേ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഈ ഗോളങ്ങളിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതായ ഓരോ സൂര്യന്മാരാണ്. അങ്ങനെ ആയിരമല്ല കോടാനുകോടി സൂര്യന്മാരാകുന്നു നക്ഷത്രങ്ങൾ എങ്കിൽ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ എന്ന് പറയുന്നത് വെറും പരിമിതമായ ഒരു അർത്ഥം മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അതിനെ ഗൗരവമായി പറഞ്ഞാൽ 1000 സൂര്യന്മാർ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ പ്രകാശതാര ഉള്ള മുഖമാണ് യേശുവിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ എത്ര സത്യമാണ്. അതവിടെ പറയും സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ കർത്താവിൻ്റെ മുഖം. എന്നാൽ ആ ശക്തിയോടെ പ്രകാശിക്കുന്ന പ്രകാശത്തെയാണ് തേജസ് എന്നുള്ളതായ മറ്റ് വാക്കുകൾ കൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യം, മരുഭൂമിയിൽ യേശുവിന് മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് അവിടെ വായിക്കുന്നു. കാരണം മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ, മനുഷ്യൻ്റെ അറിവിൽ സൂര്യനേക്കാളും വലിയൊരു പ്രകാശത്തെ നമുക്ക് അറിയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് മിന്നൽ പിണരുകൾ, മിന്നൽ പ്രകാശം പോലെയെന്നോ സൂര്യൻ്റെ പ്രകാശം പോലെയെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രകാശമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ മുഖശോഭ എത്ര വലിയ തേജസ്സുള്ളതായിരിക്കും. ആ തേജസ്സിനെ കുറിച്ച് ഇവിടെ വായിക്കുമ്പോൾ പഴയ ഭക്തന്മാരിൽ ഒരുവനായ മോശ തൻ്റെ നിര്യാണ കാലത്തോളം ഏകദേശം അടുത്തതായ ആ സമയം 120 വർഷം, 80 വർഷം മഹാദൈവത്തെ സേവിച്ചതായ ആ വിഷയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മരുഭൂമിയിൽ 40 വർഷം വാഗ്ദത്ത കനാലിലേക്ക് ഇസ്രായേൽ ജനത്തെ യാത്ര ചെയ്യിക്കുന്ന ആ യാത്രയുടെ അവസാനം, ഇതിനിടയിലുള്ളതായ സന്ദർഭങ്ങൾ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു സ്നേഹിതനോടെന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു. അപ്പോൾ സ്നേഹിതന്മാർ തമ്മിൽ ഫേസ് ടു ഫേസ്, മുഖാമുഖമായി കണ്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്നാണ്. പക്ഷേ അവസാന നാളുകളിൽ മോശ പറയാണ്, യഹോവേ നിൻ്റെ മുഖത്തെ എനിക്കൊന്ന് കാണിക്കണം, നിൻ്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം മുതൽ അങ്ങോട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ അവിടെ യഹോവയായ ദൈവം മോശയോട് പറയുന്നു, മോശേ നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, നിനക്ക് എൻ്റെ തേജസ് കാണുവാൻ കഴിയുകയില്ല. എൻ്റെ തേജസ് കണ്ടാൽ, എൻ്റെ മുഖം കണ്ടാൽ നീ ജീവനോടെ ഇരിക്കുകയില്ല. അതിൻ്റെ കാരണം ലക്ഷോപലക്ഷമല്ല കോടാനുകോടി സൂര്യന്മാരെ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിൻ്റെ അത്യുജ്വല ശോഭ പരത്തുന്നതായ മിന്നൽ പ്രകാശങ്ങൾ പുറത്തേക്ക് മിന്നിച്ചു വിടുന്നതായ ആ ദൈവത്തിൻ്റെ ദിവ്യ തേജസ് ആർക്കും കാണുവാൻ കഴിയുകയില്ല. മണ്ണിൻ്റെ പുത്രന്മാരായ പരിമിതിയുള്ളതായ മനുഷ്യപുത്രന്മാരായ നമുക്ക് ആ സ്വർഗീയൻ്റെ തേജസ് കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് മോശ കരയുകയാണ്.
യഹൂദ റബ്ബിമാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയമാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൻ്റെ മുഖം കാണുവാൻ കഴിയാതെ വണ്ണം ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു കുഞ്ഞ് കതകൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന പിതാവിനെ കാണുവാൻ കഴിയാഞ്ഞതുകൊണ്ട് അപ്പാ നിൻ്റെ മുഖം എവിടെ, നീ എവിടെ എന്നുള്ള അർത്ഥത്തിൽ ഏങ്ങലടിച്ച് ചുറ്റി വട്ടം കറങ്ങി കരയുന്നത് പോലെ മോശ കരഞ്ഞു വന്നാണ്. പിതാവേ, യഹോവയായ ദൈവമേ, ഇത്രയും കാലം നീ എന്നോട് സംസാരിച്ചു, നിൻ്റെ മുഖം എനിക്കൊന്ന് കാണിച്ചതാ. ആ സമയം യഹോവയായ ദൈവം ഇപ്രകാരം പറഞ്ഞു, മോശേ, ഇതാ ഈ പാറയുടെ പിളർപ്പിലേക്ക് ഗുഹയിലേക്കും കൊണ്ട് കയറുക. ആ പ്രകൃതിദത്തമായി ധാരാളം ഗുഹകളുള്ളതായ സീനായ് പർവ്വത നിരകളുണ്ട്. അവിടെ പോയാൽ ധാരാളം ഗുഹകൾ കാണുവാൻ കഴിയും. അവിടെ മോശയെ പാർപ്പിച്ചതായ ഒളിപ്പിച്ചതായ പാറ ഇതാകുന്നു ചൂണ്ടിക്കാണിച്ച് പറയുന്നതായ ഗൈഡുകൾ അവിടെയുണ്ട്. അവിടെ നേരിൽ കാണുവാനുള്ളതായ ഭാഗ്യം എനിക്കുമുണ്ടായിട്ടുണ്ട്. ആ ഗുഹാമുഖത്ത് ദൈവികമായ സാന്നിധ്യം വെളിപ്പെടുന്ന രീതിയെക്കുറിച്ച് പറയുന്നു. മോശയെ ഈ കൂരിലാകുന്നായ ഗുഹയ്ക്കകത്തോട്ട് കയറ്റിയതിനു ശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്നായ മേഘമാകുന്ന കൈപ്പത്തി കൊണ്ട് ഗുഹാമുഖത്തെ മുഴുവൻ മറച്ചതിന് ശേഷം ദൈവികമായ തേജസ് കടന്നുപോയി. തേജസ്സിൻ്റെ പിൻഭാഗമായ ഒരു ചെറിയ അംശം, ഒരു ചെറിയ കിരണം ഈ മോശയെ കാണിക്കുവാൻ വേണ്ടി ഗുഹാമുഖത്തുള്ളായ മേഘപ്പാളികളെ കീറി മുറിച്ച് മാറ്റിയതിന് ശേഷം വിള്ളലുണ്ടാക്കിയിട്ട് അതിനകത്തോടെ ടോർച്ച് വെച്ചടിക്കുന്ന പോലെ ഒരു ചെറിയ നേരിയ രശ്മി മാത്രം ആ തേജസ് മോശയുടെ മുഖത്തേക്കൊന്ന് അടിച്ചു. മോശ ആ കണ്ട പ്രകാശത്തിൻ്റെ കാരണത്താൽ തൻ്റെ മുഖം ശോഭിച്ചുകൊണ്ട് സൂര്യൻ ശോഭിക്കുന്ന പോലെ ഒരു ശോഭയുള്ളതായ മുഖത്തോടുകൂടി അവൻ പുറത്തേക്ക് ഗുഹാമുഖത്തേക്ക് വരുന്നു. അവൻ അവിടെ നിന്ന് താഴ്വരയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു. മോശയുടെ മുഖം കണ്ട ഇസ്രായേൽ ജനം വിളിച്ചു പറയുന്നു, മോശേ മോശേ, നിന്റെ മുഖം കാണുവാൻ ഞങ്ങൾ കഴിയുകയില്ല, മുഖത്ത് വിടാൻ പറഞ്ഞു. ശബ്ദം മോശയുടെ ശബ്ദം, മുഖം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞതിന് സാരം മനസ്സിലായോ? ദൈവത്തിന് മുഖം കാണുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് പറഞ്ഞുവെങ്കിലും മോശയുടെ അഗാധമായ ആഗ്രഹ നിമിത്തം മോശയ്ക്ക് ദൈവത്തിൻ്റെ ആ തേജസ് കാണിച്ചത് ഇപ്രകാരമായിരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭാവിയിൽ നാം അവൻ്റെ മുഖം കാണും. സർവശക്തനായ ദൈവത്തിന് മുഖം നാം കാണും. ദൈവ തേജസ് നഷ്ടപ്പെട്ടവർ ക്രിസ്തുവിൽ കൂടെ തേജസ്സിൻ്റെ പുത്രന്മാരായി ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടവരായി അവൻ്റെ മുഖം കാണുന്ന ഒരു ദിവസവുമുണ്ട്. അൽപ്പയും ഓമേഗയുമായവനെ അന്ന് നമ്മൾ നേരിൽ കാണും. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയാനൊരാളുമില്ല എന്ന് പാടുന്നതും അവനെപ്പോൾ ആരാധ്യൻ ആരുമില്ല എന്ന് പറയുന്നതും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു. എന്താ പാട്ട്? എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം, ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനിസ്തുലം. അൽഫയും ഒമേഗയുമായ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഇത്രയും വാക്യങ്ങളിൽ കൂടെ പരിമിതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.